എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് അഭിയും ജലജയും രണ്ടുപേരും കൂടെ ആ ആഘോഷം മനസ്സിലെ സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാണ്. അന്നേരം ജലജ പറയുന്നുണ്ട്, ഏതായാലും നമ്മളെ ദ്രോഹിച്ചവരെല്ലാം ഈ വീടിൻ്റെ പടിയിറങ്ങി പോവുകയാണ്, അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, മുത്തശ്ശൻ ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇനിയും ജ്വല്ലറി താഴോട്ട് പോകുമ്പം വല്ല അറ്റാക്കും വന്ന് തീരുമെന്ന്. അന്നേരം ജലജ പറയുക, ഇനി നിൻ്റെ മുത്തശ്ശൻ പെട്ടെന്നൊന്നും മരിക്കണ്ട, അങ്ങേര് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങിപ്പോയ എല്ലാവണ്ണം കൂടെ ഇങ്ങോട്ട് തിരിച്ചു കയറി വരും. അങ്ങനെ വന്നില്ലെങ്കിൽ തന്നെ ഇവിടെയുള്ളവർ പോയി കൂട്ടിക്കൊണ്ടുവരും. അതുകൊണ്ട് ഒരു 10-25 വർഷം നിൻ്റെ മുത്തശ്ശൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. ഉടനെ ഒന്നും കമ്പനിയിലെ പ്രശ്നങ്ങൾ തീരും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് ജലജയും അഭിയും. പിന്നെ കാണിക്കുന്നത് ആദർശ് പുറത്ത് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. ദാമുവേട്ടൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഫുഡ് എങ്ങനെയാണ്, നല്ല ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി വയ്ക്കാം, ഇവിടെ വന്നിട്ടേ കഴിക്കാവുള്ളൂ എന്ന് പറയുമ്പം വരാൻ പറ്റുമെന്ന് അറിയില്ല ദാമുവേട്ട, ചിലപ്പം സമയം കിട്ടിയില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമെന്ന് പറയുക. അന്നേരം അങ്ങേര് പറയുന്നുണ്ട് കേട്ടോ, ദേവേനെ വിളിക്കാറുണ്ട്, പുറത്തുനിന്നുള്ള ഫുഡൊന്നും ഒരുപാട് കൊടുക്കരുത് എന്ന് പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവയാനിയും നയനയും അവരെല്ലാവരും വരുന്നത്. കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ആദർശ് ഇതെന്താ പെട്ടെന്ന് എല്ലാവരും കൂടെ പോകുന്നത് എന്ന് ചോദിക്കുമ്പം ജയം പറയുന്നുണ്ട്, ഞങ്ങളുടെ ഒരു മകൻ വീട് വിട്ട് പോന്നിട്ട് ഇതുവരെ കാണാൻ വന്നില്ലല്ലോ, അതുകൊണ്ട് കണ്ടേക്കാമെന്നോർത്ത് വന്നതാണ്. പക്ഷേ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോകുന്നുള്ളൂ, മോള് ഇവിടെ തന്നെ കാണുമെന്ന് പറയും. എന്നാൽ ആദർശ് ചോദിക്കുന്നുണ്ട് നയനയോട്, ഇവിടുത്തെ സാഹചര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലായിരുന്നോ നയന, പിന്നെ എന്തിനാണ് നീ ഓടിപ്പിടിച്ചും കൊണ്ട് വന്നത് എന്ന്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, മോൾക്ക് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനമില്ല, നേരാണ് ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ആകെ അവശതയാണ്. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയും മോളുടെ ഹെൽത്ത് മോശമാകുകയുള്ളൂ, നീ ഉള്ളിടത്തേ മോൾക്ക് സമാധാനം കാണുകയുള്ളൂ, അതുകൊണ്ടാണ് മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറയും. അപ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതിനിടയ്ക്ക് ദേവേനി പറയുന്നുണ്ട്, ഈ ഗസ്റ്റ് ഹൗസ് ഞാൻ ആകപ്പാട് ഒരു തവണയേ വന്നിട്ടുള്ളൂ, അകത്തെ റൂമൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഒന്ന് കയറി നോക്കട്ടെ, സൗകര്യം ഉണ്ടോ എന്നൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നയനയും വിളിച്ചുകൊണ്ട് റൂമൊക്കെ കാണാനായിട്ട് അങ്ങ് പോകുന്നു. എന്നിട്ട് ചെന്ന് റൂമൊക്കെ നോക്കി കഴിയുമ്പം അനന്തപുരിയിൽ അത്രയും സൗകര്യമൊന്നുമില്ല, എങ്കിലും കുഴപ്പമില്ല എന്ന് പറയുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, ഇതിനേക്കാൾ ചെറിയ സൗകര്യത്തിൽ നിന്ന് അനന്തപുരിയിലേക്ക് വന്നതാണ് ഞാൻ, അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്ന്. നേരം ദേവേനി പറയുന്നുണ്ട്, മോൾക്കിപ്പം ഇവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമാകില്ല എന്ന് എനിക്കറിയാം, കാരണം മോൾക്ക് നിൻ്റെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം എന്നിങ്ങനെ പറയുക കേട്ടോ ആദർശനോട്. ആദർശ് പറയുന്നുണ്ട്, അമ്മ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, അത് നടപ്പിലാക്കാൻ എന്നെ സഹായിക്കാൻ കുറച്ച് നല്ല ആൾക്കാരുണ്ട്, കല്യാണിയും കിരണും ഒക്കെ എൻ്റെ കൂടെ തന്നെയുണ്ട്, പിന്നെ നന്ദു ഉണ്ട്, ഇപ്പോൾ ഇവളും വന്നല്ലോ, ഇനി നമ്മളുടെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണ് എന്ന് കണ്ടുപിടിക്കണം, എങ്കിലേ ശരിയാകുള്ളൂ എന്നൊക്കെ പറയുന്നു. ഏതായാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ, പക്ഷേ മോളുടെ ശരീരം നന്നായിട്ട് ശ്രദ്ധിച്ചോണം, നന്നായിട്ട് ഭക്ഷണം കഴിച്ചോണം, എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിൽ ഇവിടെ ആരും ഇല്ലെങ്കിൽ പോലും എന്നെ വിളിച്ചോണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കുന്നുണ്ട്. അന്നേരം നയന പറയാം, അതൊന്നും ഒരു പ്രശ്നമല്ല, ഇടയ്ക്ക് അമ്മ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം ദേവേനി പറയും, വേണമെങ്കിൽ ദാമുവിൻ്റെ കൂടെ ഒരു ഹോം നേഴ്സിനെയും കൂടെ നിർത്താമെന്ന്. അന്നേരം നയന പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അറിയിക്കാം എന്ന് പറയുന്നു. നയനയോട് വീണ്ടും പറയുന്നുണ്ട് ദേവേനി ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ചോണം എന്ന്. അത് ഒരു 10 പ്രാവശ്യം വന്നപ്പോൾ തന്നെ പറഞ്ഞു, പോകുമ്പോഴും പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് പോകുന്നത്. പിന്നെ ആദർശിനെയും ജയനെയും കാണിക്കുന്നുണ്ട്, അവരും ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദർശ് പറയുന്നുണ്ട്, എന്നെ ശരിക്കും ട്രാപ്പിലാക്കിയതാണ് AN ജ്വല്ലറിക്കാർ, എനിക്ക് പകരം ആരങ്ങോട്ട് പോയായിരുന്നെങ്കിലും ഇതെല്ലാം സംഭവിച്ചേനെ. സാധാരണ ഇങ്ങനെയൊരു ഡീലിനായിട്ട് നമ്മളൊരു കമ്പനിയിലേക്ക് പോകുമ്പം ആ കമ്പനി തന്നെയാണ് ഹോട്ടലും ഹോട്ടൽ റൂമും ഒക്കെ ബുക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ സേവിക്കാനായിട്ട് ഒരു PROയെയും നിയമിക്കാറുണ്ട്. അങ്ങനെ ഒരാളാണ് ആ ഗ്രീന എന്ന പെൺകുട്ടി എന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ അവൾ എന്നെ ചതിച്ചു. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ആ ഹോട്ടൽ പോലും ആ ജ്വല്ലറിക്കാർ ബുക്ക് ചെയ്തിരുന്നതല്ല, നമുക്ക് വേണ്ടി ചെല്ലുന്ന ഡീറ്റെയിൽസിന് വേണ്ടി ബുക്ക് ചെയ്ത് തരുന്നതല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതൊരു വേറെ ഹോട്ടലിലായിരുന്നു അവർ റൂം ബുക്ക് ചെയ്തിരുന്നത്. ഞാൻ അങ്ങോട്ട് ചെല്ലാതെ ആയപ്പം ഞാൻ ഈ ഡീലിൽ നിന്ന് പിന്മാറി എന്നാണ് അവർ കരുതിയത്, അതുകൊണ്ടാണ് അവരതിനെപ്പറ്റി അന്വേഷിക്കാതിരുന്നത് എന്നൊക്കെയാണ് ആദർശ് പറയുന്നത്. അന്നേരം ജയനും ആകെ വിഷമാവുന്നുണ്ട്. ജയൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ശത്രു നമുക്കുണ്ടെങ്കിൽ കണ്ടുപിടിക്കണ്ടേ എന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പം ജ്വല്ലറിയുടെ MD ആകണമെന്നോ തലപ്പത്തിരിക്കണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ ഇനി ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുത്തശ്ശൻ്റെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കാറായതിന് ശേഷമേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ, അത് എൻ്റെ ഒരു വാശിയാണ് എന്നൊക്കെ പറയുന്നു.
പിന്നെ അനന്തപുരിയിലെ ജലജയും അഭിയാണ് കാണിക്കുന്നത്. രണ്ടുപേരൂടെ കേക്ക് മുറിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഒരു ചോക്ലേറ്റ് മേടിച്ച് മുറിച്ച് കഴിച്ച് സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അവന്തിക വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ വീട് ഒരു മരിച്ച വീട് പോലെയാണ് അപ്പം അവരുടെ കൂടെ നിൽക്കുന്നതിന് പകരം ഇങ്ങനെ സന്തോഷിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലിരിപ്പ് കൂടി കൊണ്ടാണ്. എന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുന്നതൊന്നും നീ കാണാറില്ലേ? പിന്നെ നിൻ്റെ മുത്തശ്ശൻ ഇപ്പോഴാണ് നേരാവണ്ണം ഒന്ന് തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ തുടങ്ങിയത്. പണ്ട് നിൻ്റെ അച്ഛനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആദർശനോടും ചെയ്തു. ഇപ്പോഴാണ് നിൻ്റെ മുത്തശ്ശനായത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അവന്തിക ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനെ എന്തിനാണ് ഇവിടുന്ന് ഇറക്കി വിട്ടത്? എനിക്ക് മനസ്സിലായില്ല. അത് ചോദിക്കണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം ജലജ പറയുവാണ്, നിൻ്റെ അച്ഛൻ അങ്ങേരൊരു ഭൂലോക ഫ്രോഡായിരുന്നു, അതുകൊണ്ടാണ് ഇവിടുന്ന് ഇറക്കി വിട്ടത് എന്ന്. അന്നേരം അവന്തിക പറയും, അമ്മയും കുറവൊന്നുമല്ലല്ലോ, അമ്മയ്ക്ക് നല്ല സ്വാർത്ഥതയുണ്ട്. അല്ലായിരുന്നെങ്കിൽ അമ്മ അന്നേ അച്ഛൻ്റെ കൂടെ ഇവിടുന്ന് ഇറങ്ങിയേനെ എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, ഞാൻ അന്ന് അയാളുടെ കൂടെ ഇറങ്ങിയായിരുന്നെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ പാത്രം കഴുകി ജീവിക്കേണ്ടി വന്നേനെ. ഞാൻ ഇവിടെ ഉറച്ചു നിന്നതുകൊണ്ടാണ് നിനക്കൊക്കെ ഇതുപോലെ സുഖസൗകര്യത്തോടു കൂടി ജീവിക്കാനും അയർലൻഡിൽ പോയി പഠിക്കാനും ഒക്കെ സാധിച്ചത്. ഇനിയാണെങ്കിൽ നിൻ്റെ വിവാഹം നല്ല ആർഭാടമായിട്ട് നടത്തി വരണമെങ്കിൽ ഇവിടെയുള്ളവർ വിചാരിക്കണം, അന്ന് ഞാൻ നിൻ്റെ അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോയായിരുന്നെങ്കിൽ കുത്തുപാള എടുത്തേനെ. അന്ന് ഞാൻ ഇവിടെ ഉറച്ചു നിന്നതിൻ്റെ ഫലമാണ് നീയൊക്കെ അനുഭവിക്കുന്നത് എന്ന് പറയുമ്പം അവന്തിക ചോദിക്കുന്നുണ്ട്, അന്ന് ഇറങ്ങിപ്പോയ അച്ഛൻ ഇന്ന് ഒരു കോടീശ്വരനായിട്ടുണ്ടെങ്കിൽ അമ്മ എന്ത് ചെയ്യുമെന്ന്. അന്നേരം ജലജ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അയാൾ ഈ നിൽക്കുന്ന ഇവനേക്കാൾ വലിയ മണ്ടനായിരുന്നു എന്നാണ് പറയുന്നത്. അന്നേരം അവന്തികയ്ക്ക് ആകെ ദേഷ്യം വന്നുണ്ട്. എങ്കിലും കൺട്രോൾ ചെയ്ത് അവന്തിക പറയുവാണ്, എൻ്റെ അച്ഛൻ്റെ ഭാഗത്തും എന്തെങ്കിലും ന്യായം കാണും. കാരണം അമ്മ ഇതുവരെ ഒരു ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്നും ഓപ്പോസിറ്റ് സൈഡായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് ചിന്തിക്കാൻ എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തിക അങ്ങ് പോയി കഴിയുമ്പം അഭി പറയുന്നുണ്ട്, ഇവളോടൊന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ മുത്തശ്ശനോട് പോയി പറഞ്ഞു കൊടുക്കും, അവളിപ്പം നമ്മുടെ ഭാഗത്തൊന്നുമല്ല എതിർച്ചേരിയിലാണ് നിൽക്കുന്നത് എന്ന്. അന്നേരം ജലജ പറയുന്നുണ്ട്, അവൾ അങ്ങനെ നിന്നോട്ടെ, അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും അവളോട് ഇത്തിരി മതിപ്പുണ്ട്, അതുകൊണ്ട് തന്നെ അവളുടെ വിവാഹം ഗംഭീരമായിട്ട് ആർഭാടമായിട്ട് ഇവരങ്ങ് നടത്തിക്കോളും, നമുക്കത് പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. എങ്കിലും അഭിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഏതായാലും അതിൻ്റെ കൂടെ ജലജ പറയുന്നുണ്ട്, ഈ സമയത്ത് നിൻ്റെ മുത്തശ്ശനെ വന്ന് പോയി സോപ്പിടുവാണെങ്കിൽ നിന്നെ ചിലപ്പോൾ തിരിച്ചെടുക്കുമെന്ന്. അന്നേരം അഭി പറയുന്നുണ്ട്, അതിനൊന്നും ഞാൻ മുതിരുന്നില്ല. എന്നെ മിക്കവാറും AN ജ്വല്ലറിക്കാർ ഏറ്റെടുക്കും. അവർ നല്ലൊരു പോസ്റ്റിൽ എന്നെ നിയമിക്കുകയും ചെയ്യും. അതിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അവിടുത്തെ ഡേവിഡ് സാറ് എന്നെ ഇടയ്ക്ക് വിളിക്കാറുമുണ്ട്. പിന്നെ ഞാനിപ്പം ഇവിടുന്ന് ഇറങ്ങാത്തത്, അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടുകാരെന്നെ ചിലപ്പോൾ മൊത്തത്തിൽ അടിച്ച് പുറത്താക്കിയെന്നിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങ് പോകാത്തതാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഭാവി സ്വപ്നം കണ്ട് നിൽക്കുവാണ് ജലജയും അഭിയും. പിന്നെയും ദേവയാനി കാണിക്കുന്നു. ദേവയാനിയും നയനയും കൂടെ റൂമൊക്കെ കണ്ടിട്ട് ഇറങ്ങി വരുന്നു. പിന്നെയും ശരീരം നോക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ ഫ്രണ്ടിലോട്ട് വരുമ്പം അവിടെ ആദർശം നിൽപ്പുണ്ട്. ആദർശനോടും പറയുന്നുണ്ട് കേട്ടോ, നയനെ നന്നായിട്ട് നോക്കണം, എല്ലാം ശ്രദ്ധിച്ചോണം എന്നൊക്കെ. ഏതായാലും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുവാണ് രണ്ടുപേരും. അന്നേരം ജയനും ദേവേനും പറയുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ. അങ്ങനെ യാത്ര പറഞ്ഞ് അവർ പോകുന്നു. അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ നയന ആദർശിൻ്റെ കൂടെ നിൽക്കുന്നു. ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.